ഒരു യുവാവ് ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടമായി അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചു. അങ്ങനെ അവളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ജനങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, അവൾ സമൂഹത്തിൽ മോശമായി അറിയപ്പെടുന്ന ഒരു പെണ്ണാണ്, അവളെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന്. അദ്ദേഹം ഞെട്ടിത്തരിച്ചു, ഹൃദയം തകർന്നവനായി മടങ്ങുകയാണ്. വഴിയിൽ വെച്ച് വൃദ്ധനായ ഒരു മനുഷ്യനെ കണ്ടു. ആ വൃദ്ധൻ ആ യുവാവിനോട് ചോദിച്ചു, മോനെ എന്തു പറ്റി? മുഖം ആകെ വിളറി വിഷാദം പിടിപെട്ടിരിക്കുന്നല്ലോ. ആ യുവാവ് പറഞ്ഞു, അതെ, ഞാനൊരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടമായി അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചു. പക്ഷേ അവളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ജനങ്ങൾ എന്നോട് പറഞ്ഞത് അവൾ മോശക്കാരിയാണ്, അവളെ വിവാഹത്തിന് പറ്റില്ല എന്നാണ്. വൃദ്ധൻ പറഞ്ഞു, മോനെ വിഷമിക്കണ്ട, എനിക്ക് ഒരു മകളുണ്ട്, അവളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരാം. അവൾ നീ അന്വേഷിച്ച പെണ്ണിനേക്കാൾ നല്ല പെണ്ണാണ്. പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. ആദ്യം എൻ്റെ മകളെ സംബന്ധിച്ച് നീ ജനങ്ങളോട് പോയി അന്വേഷിക്കുകയും അവരുടെ അഭിപ്രായം ആരായുകയും ചെയ്യണം. യുവാവ് വീണ്ടും അന്വേഷിക്കാൻ വേണ്ടി പോയി. ജനങ്ങൾ പറഞ്ഞു, അവളും മോശക്കാരിയാണ്, അവളെയും വിവാഹം കഴിക്കാൻ പറ്റുകയില്ല എന്ന്. യുവാവ് വൃദ്ധൻ്റെ അരികിലേക്ക് മടങ്ങി. വൃദ്ധൻ ചോദിച്ചു, എന്താണ് അവർ പറഞ്ഞത്? അവർ പറഞ്ഞത്, നിങ്ങളുടെ മകളും മോശക്കാരിയാണ്, വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നാണ്. വൃദ്ധൻ പറഞ്ഞു, എങ്കിൽ മോനെ, നീ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വരൂ, ബാക്കി നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. ആ യുവാവ് വൃദ്ധൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ അത്ഭുതം, ജീവിതത്തിൽ ഒരിക്കലും പ്രസവിക്കാത്ത, കുട്ടികളൊന്നുമില്ലാത്ത വൃദ്ധയായ അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. കേട്ട വാർത്തയെക്കുറിച്ച് ഓർത്തപ്പോൾ ആ യുവാവ് ഞെട്ടിത്തരിച്ചുപോയി. വൃദ്ധൻ പറഞ്ഞു, അതേ മോനെ, ജനങ്ങൾ പറയുന്നത് നീ വിശ്വസിക്കരുത്. അവരിൽ ചിലർ വേഗത്തിൽ വിധി പറഞ്ഞ് മറ്റുള്ളവർക്ക് മാനഹാനി ഉണ്ടാക്കുന്നവരാണ്. അതുകൊണ്ട് നീ ഒരു വാർത്ത, ഒരു സംഭവം നേരിട്ട് കണ്ടാലല്ലാതെ, അതല്ലെങ്കിൽ യാഥാർത്ഥ്യമാണെന്ന് ഉറപ്പുവരുത്തിയിട്ടല്ലാതെ ഒരിക്കലും വിധി പറയരുത്. കളവുകളും അസത്യങ്ങളും പ്രചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ കഥ നമുക്കൊരു വെളിച്ചമാണ്.